നമ്മളൊരു ട്രാവൽ ഗ്രൂപ്പിൻ്റെ കൂടെയാണ് ട്രിപ്പ് പോകുന്നതെങ്കിൽ നമ്മൾ പലപ്പോഴും പൈസ കൂടുതൽ കൊടുക്കുകയും നമുക്ക് പല സ്ഥലങ്ങളും മിസ്സാകുകയും ചെയ്യാറുണ്ട്. നമ്മൾ കേരളത്തിൽ നിന്ന് ട്രിപ്പ് പോകുമ്പം കൂടുതൽ ആൾക്കാർ കൊണ്ടുപോകുന്നത് ബാങ്കോക്ക്, പട്ടായ ആ ഒരു ഏരിയ ആണ്. പക്ഷെ അതിലും കൂടുതൽ കാണാനുള്ളത് ചിയാങ് മായിലും ചിയാങ് റായിലും ഒക്കെയാണ്. അപ്പോൾ നമ്മളിപ്പം കുറച്ചധികം ദിവസം എടുത്ത് മുഴുവനായിട്ട് കവർ ചെയ്യുന്നതുകൊണ്ട് പറയുന്നതാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. അത്രയും ബ്യൂട്ടിഫുള്ളാണ്. ഒരു സ്ഥലത്തു നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോൾ അതിമനോഹരമായ കാഴ്ച എന്നൊരവസ്ഥയാണ് കേട്ടോ. ഹായ്, അപ്പോൾ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ വന്നിരിക്കുകയാണ്. എവിടെയും കാണാത്തൊരു ടെമ്പിളാണ് അല്ലേ ഇത്. ബ്ലൂ കളറിൽ ഒരു സഫയർ കോൺസെപ്റ്റിൽ പണിതിരിക്കുന്ന ഈ ടെമ്പിള്, വൈറ്റ് ടെമ്പിൾ പണിതിരിക്കുന്നത് കൊച്ചക്കോയിലിൽ സ്റ്റുഡൻറ്റ് പണിതാണ്. 2005 കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. 2016 ആയപ്പോഴത്തേക്ക് കഴിഞ്ഞു. പക്ഷെ ഇവിടെ വീണ്ടും സൈഡിലൊക്കെ എന്തൊക്കെയോ കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതിന് മുമ്പ് ഇതിന് മറ്റൊരു പേരും കൂടി ഉണ്ട്, ടെമ്പിൾ ഓഫ് ടൈഗർ എന്നുള്ളത്, അല്ലെങ്കിൽ വാക് താൻ ഹുവ എന്നുള്ളത്. പണ്ട് ഇവിടെ ഒരു ചെറിയ സ്ട്രക്ചറൽ ടെമ്പിൾ ഉണ്ടായിരുന്നു. പിന്നീട് എന്തൊക്കെയോ കൊണ്ട് നശിച്ചുപോയി. അപ്പോൾ അവരതിനെ റീകൺസ്ട്രക്ട് ചെയ്തതാണ് ഈ കാണുന്നത്. തായ് കൺസ്ട്രക്ഷനും കൂടെ വരുന്നുണ്ട് ഇവിടെ. ബാക്കി നമ്മൾ എവിടെ പോയാലും ഗോൾഡൻ കളർ ടെമ്പിളുകൾ അല്ലെങ്കിൽ സ്റ്റോൺ ടെമ്പിളുകളൊക്കെയാണ് കാണുന്നത്. ഇങ്ങനെയൊരു കോൺസെപ്റ്റ് ആദ്യമായിട്ടാണ്. ശരിക്കും നല്ല ഭംഗിയുണ്ട്, നല്ല ഭംഗിയുണ്ട്. ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഒരു നീല കളർ കോൺസെപ്റ്റിലുള്ള ടെമ്പിൾ കാണുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ കേൾക്കുന്നത് തന്നെ ആദ്യമായിട്ടാണ്. ഇത് തന്നെയാണ് അതിൻ്റെ ഡിഫറൻസ് വരുന്നത്. ഉള്ളിലെ ബുദ്ധനെ കാണാനായിട്ട് നല്ലൊരു പ്രസൻസ്, നല്ലൊരു ചൈതന്യം തോന്നുന്നു. നമ്മൾ ദൂരെ നിന്ന് തന്നെ നോക്കിയപ്പോൾ ഭയങ്കര ഭംഗിയായിരുന്നു. അത് കഴിഞ്ഞ് അടുത്ത് വന്ന് നോക്കിയപ്പോൾ അതിലും മനോഹരമായിട്ടാണ് ഇരിക്കുന്നത്. ഈ ബുദ്ധനെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് കമൻറ്റ് ചെയ്യുക. നമ്മളിതെല്ലാം കണ്ടു കഴിഞ്ഞ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്കും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ബ്ലാക്ക് ടെമ്പിളിൽ വന്നിരിക്കുകയാണ്. ഇത് സത്യത്തിൽ ഒരു ടെമ്പിൾ ഒന്നും അല്ല കേട്ടോ. ഇറ്റ്സ് എ മ്യൂസിയം. ഡാൻ ബാൻ മ്യൂസിയം എന്നാണ് ഇതിൻ്റെ പേര്. ഇദ്ദേഹമാണ് ക്വാൻ ഡാൻഷൻ എന്ന് പറയുന്ന ഇദ്ദേഹമാണ് ഈ ഒരു ബിൽഡിങ് ശരിക്കും കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വീടും ആർട്ട് സ്റ്റുഡിയോ ഒക്കെ ആയിരുന്നു ആദ്യകാലത്ത്. ഇത് ഒരുപാട് കോൺട്രവേഴ്സിയിൽ ചെന്ന് പെട്ടിട്ടുള്ള മനുഷ്യനാണ്. ഇപ്പോഴും ഇത് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഫിസിക്കൽ വയലൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ആർട്ടിൽ കാണാറുണ്ട്. ഇവിടെ എൻട്രൻസ് ഫീസ് ഉണ്ട്, 80 ബാത്താണത്. അപ്പോൾ നമുക്കിതിൻ്റെ ഉള്ളിൽ പോയിട്ട് കണ്ടുവെക്കാം. അപ്പോൾ നമ്മൾ
മ്യൂസിയത്തിൻ്റെ ഉള്ളിലെ എൻട്രാഗാണ്. ഇവിടുത്തെ ആൾക്കാരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ എന്ത് കാര്യത്തിനും അവർ ചിരിച്ച് കാണിക്കും. ആൻഡ് വെരി ഹാപ്പി ഫേസസ്. സത്യം പറഞ്ഞാൽ ഫുള്ളും നമുക്ക് മനസ്സിലാവുന്നുണ്ടോ, അവർ നമുക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നല്ല, പക്ഷെ അവിടെ ചിരി കാണുമ്പോൾ നമുക്കൊരു സന്തോഷം വരും. ഇവിടെ ഒത്തിരി വുഡൻ കാവിങ്സ് ഉണ്ട്, അതിലൊക്കെ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പല അതുപോലെയുള്ള ഫിക്ഷൻസ് എല്ലാം ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫുള്ളൊരു ഇംഗ്ലീഷ് കോൺസെപ്റ്റാണ് ഇതിൽ നിറച്ചുള്ളത്. ഇതിനുള്ളിൽ ഏകദേശം ഇവിടെയല്ല, ഈ ഒരു ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചറിൽ ഏകദേശം 40 ബിൽഡിങ്ങുകളുണ്ട് എന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ മെയിൻ ബിൽഡിംഗ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല മ്യൂസിക് വരുന്നു. ഇവിടെ ഹോറോസ്കോപ്പ് ഒക്കെ നോക്കാൻ പറ്റും. സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ ഒരു പെയിന്റിങ് And Buddha, you know Buddha? Yeah. Buddha teach people in the world same the lotus flower. 4 group. Okay. 4 group. In the mud. In the water. Half the water. Water and sky. And go to the sky. 4 group. Buddha teach. ഫോർത്ത് പാത്ത് ഓഫ് നോബിൾ ട്രൂത്ത്. ജിത്തി സ്റ്റാർട്ട് ചെയ്യാം. Okay. ഒന്ന് വീഡിയോ എടുക്കാം, എല്ലാം ഒന്നും കൂടെ എടുക്കാം. You come from this 10 years before die. 10 Okay. years before die. ഓക്കെ, He say goodbye. ഇത് ബാൻറ്റം അദ്ദേഹം മരിക്കുന്നതിന് മുമ്പുള്ള കവിതയാണ് ഇത് എഴുതിയിരിക്കുന്നത്. തവാൻ, അദ്ദേഹത്തിൻ്റെ പേര് തവാൻ എന്നാണ്. ഇപ്പോൾ തവാൻ മരിക്കുന്നതിന് മുമ്പുള്ള പോമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പിക്ചറിന് വലിയ അർത്ഥങ്ങളുണ്ട്. പാസ്റ്റ്, പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ. നമ്മൾ പാസ്റ്റിൽ നിന്ന് വരുന്നു, ഫ്യൂച്ചറിലെത്തുന്നു. ദെൻ വി ആർ ഗോയിങ് ടു പാസ്റ്റിൽ നിന്ന് വരുന്നു, പ്രസൻറ്റിൽ ജീവിക്കുകയാണ്. ദെൻ വി ഗോയിങ് ടു ഫ്യൂച്ചർ. ഫ്യൂച്ചർ എന്താണെന്നുള്ളത് നമുക്ക് ആർക്കും Sorry. അറിയാം. നോട്ട് ലൈക്ക് ദാറ്റ്, ഇത് ഫോർത്ത് നോബിൾ ട്രൂത്ത് ഓഫ് ബുദ്ധ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റുഡൻറ്റിനെ നമ്മളിവിടെ പരിചയപ്പെട്ടു. ആൻഡ് പുള്ളിയാണ് നമുക്ക് ഇതിനെക്കുറിച്ചൊരു എക്സ്പ്ലനേഷൻ തന്നത് ഇതെന്താണെന്നുള്ളത്. താങ്ക് യു ഫോർ ദാറ്റ്. And in the lotus I say same past now future. All young old die. All young old. You see? Okay. Soon. Yeah, I can see. Then yesterday, today, tomorrow. Yesterday, tomorrow. All young old die. Born young old die. Born young old die. ജനിച്ച് ജീവിച്ച് മരിച്ചു. You അതാ see ഉദ്ദേശിച്ചത്. the baby, same the heart, same heart. Yeah, You see here? I see that. Oh, nice.
മെയിൻ ബിൽഡിങ്ങിൽ നിന്ന് കണ്ട് അടുത്ത ബിൽഡിങ്ങുകളിലേക്ക് പോവാണ്. ഇവിടെ ഓരോ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ ഓരോ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നെന്തായാലും വേണ്ടില്ല, തുടക്കം വൈറ്റിൽ നിന്നായിരുന്നു, പിന്നെ ബ്ലൂവിലേക്ക് വന്നു, പിന്നെ ബ്ലാക്ക് ടെമ്പിളും കണ്ടു. അപ്പം 3 കാര്യങ്ങൾ നല്ല വർത്തായിട്ടുള്ള കാര്യമാണ്. ഇതെല്ലാം ഇപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്, റീസെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് എക്സിബിറ്റ് ചെയ്ത് അതിനൊരു പ്രൊമിനൻസ് കൊടുത്ത് വരുന്നത് ചിലപ്പം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ഇങ്ങനെ ഇത്രയും ഒരു വെറൈറ്റി സ്ട്രക്ചറിൽ പുതിയ കാര്യങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ട് വരുന്നത്. പിള്ളേർക്ക് വന്ന് കളിക്കാൻ വേണ്ടിയുള്ള സ്വിങ്സ് ഒക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വലിയ മനുഷ്യർക്കും കളിക്കാൻ കേട്ടോ, ഒരാളപ്പുറത്തില്ലാത്തതിന്റെ പ്രോബ്ലംസ് ഉണ്ട് ഇവിടെ. ബട്ട് ഇറ്റ്സ് ഫൈൻ. അല്ലാതെ നമ്മൾ ഭയങ്കരമായ കാര്യങ്ങളൊന്നും കാണാണ്ടാവെന്ന് ചോദിച്ചില്ല. പക്ഷെ ഇവിടെ ഇരിക്കുന്ന സാധനങ്ങൾക്കൊക്കെ കോടിക്കണക്കിന് രൂപയുടെ വിലയുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ലൈഫ് ലോങ് ഉള്ള കളക്ഷൻസുകൾ തന്നെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത് മുഴുവൻ. ഒരു കാര്യം മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ തായ്ലൻഡ് ഇഷ്ടംപോലെ ആർട്ടിസ്റ്റുകളുണ്ട്. അവർക്ക് നല്ല പ്രൊമോഷൻസും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്, അവരെ എൻകറേജ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വരുന്നത്. കുറേ ബ്ലാക്ക് ഹൗസസ് ഉണ്ട്. ചാർക്കോൾ ഐസ്ക്രീം വേണോ? അപ്പൊ ഇവിടെ ഒരു ഐസ്ക്രീം പാർലർ ഉണ്ട്. ബ്ലാക്ക് കളറാണ്. ഇവിടെ പ്രത്യേകത എന്താ പറയുക, ചാർക്കോൾ ഐസ്ക്രീം കിട്ടുന്നത് ഈ സംഭവം. അപ്പൊ നമ്മളിവിടെ ചാർക്കോൾ ആൻഡ് വാനില മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഫ്ലേവറാണ് വാങ്ങാൻ പോകുന്നത്. അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട്, നമ്മൾ ഫുൾ ചാർക്കോൾ വാങ്ങാൻ നമുക്ക് പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇതാണ് ചാർക്കോൾ ഐസ്ക്രീം. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചാർക്കോൾ ആൻഡ് വാനില. ഓക്കെ ആണ്. ജിത്തിക്ക് എന്താ തോന്നുന്നത് ഐസ്ക്രീം കഴിച്ചിട്ട്? നൈസ്. എനിക്ക് പ്രശ്നങ്ങളൊന്നും തോന്നുന്നില്ല, വളരെ കൂളായിട്ടാണ് ഇരിക്കുന്നത്. അത് ചെറിയൊരു ഇതും ഒക്കെ തന്നിട്ടുണ്ട് കൂടെ. ഇവിടെ ഫുള്ളൊരു ബ്ലാക്ക് മയമാണ്, അതുകൊണ്ടാണ് തോന്നുന്നു ഇവിടെ ബ്ലാക്ക് ഐസ്ക്രീംസും ആക്ച്വലി കാണുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ചാർക്കോൾ ഐസ്ക്രീം കഴിക്കുന്നത്. ഇറ്റ്സ് റിയലി നൈസ്. എനിക്ക് ഫ്ലേവറിങ് ഡൗട്ട് ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ വാനിലയുടെ മിക്സ് ചെയ്ത് വാങ്ങിച്ചത്. പക്ഷേ ഇറ്റ്സ് റിയലി നൈസ്. അപ്പോൾ ജിത്തി പറയുന്നത് വളരെ റിയലി നൈസ് ആയിട്ടുള്ള ഐസ്ക്രീം ആണെന്നാണ്. എനിക്കും അതേ ഒപ്പീനിയൻ തന്നെയാണ് തോന്നിയത്. ഈ ബ്ലാക്ക് മയത്തിൽ ഒരു ബ്ലാക്ക് ഐസ്ക്രീമും കഴിച്ചു നോക്കാം. ഞാൻ പറഞ്ഞ പേഴ്സൺ ഇതാണ്. ദിസ് ഇസ് സ്കൈ. സോ ഷി വാസ് ഡ്രൈവിംഗ് അവർ കാർ ത്രൂ ഔട്ട് 2 days. കഴിഞ്ഞ 2 ദിവസമായിട്ട് പുള്ളിക്കാരിയായിരുന്നു ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത്. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഞങ്ങൾ ഒരുപാട് ഫുഡ് സജഷൻസ് ഒക്കെ തന്നു. അതുപോലെ തന്നെ ഞങ്ങൾ ഇന്നൊരു അടിപൊളി ലൊക്കേഷനിൽ പുള്ളിക്കാരി ഡ്രോപ്പ് ചെയ്തു. ഫ്ലവേഴ്സിൻ്റെ നടുവിൽ നിന്ന് നമ്മളൊരു വീഡിയോ എടുത്തു. താങ്ക് യു സോ മച്ച്.